വർഷത്തിനുള്ളിൽ ഇത് 22ാമത്തെ തറയാണ് ഇടുന്നത്. ഏറെ സന്തോഷമുണ്ട്. അതിൽ നമ്മൾ ഒരു നാലഞ്ച് തറകൾ വീടിൻ്റെ പണി 3 നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഒരു 12 ഫിനിഷിങ് സ്റ്റേജിലാണ്. ബാക്കിയുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുന്നേ നമ്മൾ പുണ്യ റമദാൻ മാസത്തിൽ ഒരു തറ ഇട്ടിരുന്നു ചെമ്മങ്ങാട് ഇടിയാങ്ങരിൽ. 22 വീടുകൾക്കുള്ള തറ പൂർത്തീകരിക്കാനും 22ാമത്തെ തറ തുടങ്ങാനും അതിൽ തന്നെ 18ഓളം വീടുകൾ ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുണ്ട്. 3 വീടുകൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 70 വർഷങ്ങളായി സിയസ്കോ സുദൃഢമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഭക്ഷണമാണ് മനുഷ്യന്. രണ്ടാമത് തലചായ്ക്കാനൊരിടാണ്. ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് ഏറ്റവും പ്രധാനം. വിശപ്പിന് ഭക്ഷണം കൊടുക്കുക, അല്ലേ, തലചായ്ക്കാനൊരിടം ഉണ്ടാവുക. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഭവന പദ്ധതി എന്ന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ ശ്രമം നടത്തുക. എന്നാൽ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ കേരളത്തിലെ സിയസ്കോ പോലെയുള്ള ഒരുപാട് സംഘടനകൾ അവരുടേതായ വലിയ ശ്രദ്ധയും സേവനവും ഈ രംഗത്ത് അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഭവന പദ്ധതി എന്നുള്ളത് കേരളത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള സാംസ്കാരിക സാമൂഹ്യ സംഘടനകളെല്ലാം അവരുടേതായ വലിയ പങ്കാണ് ഈ കാര്യത്തിൽ നിർവഹിക്കുന്നത്. അതൊരു വലിയ സഹായമാണ്. സർക്കാരിനെ സംബന്ധിച്ചാവട്ടെ, കേരളീയ സമൂഹത്തിലാവട്ടെ, നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയാത്തൊരു പ്രത്യേകതയാണ് കേരളത്തിൽ. ഇത് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ സഹായിക്കുന്നത് ഭവന പദ്ധതിയിലാവട്ടെ, അവരുടെ ആരോഗ്യ ചികിത്സാ രംഗത്താവട്ടെ, അവനൊരു താങ്ങും തണലുമായി മാറുക എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത് തന്നെയാണ് ഇവിടെ സിയസ്കോ നിർവഹിക്കപ്പെടുന്നത്. തീർച്ചയായും ഈ മനുഷ്യ നന്മയ്ക്കായുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഈ കൂട്ടായ്മയും സ്നേഹവും നിലനിർത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ കഴിയും, കേരളീയർ അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഒരു ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് കഴിയാനും സ്നേഹത്തോടുകൂടെ പരസ്പരം ജീവിക്കാനുമുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വലിയ താല്പര്യം, ഇഷ്ടം, അത് കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ തീർച്ചയായും കേരളത്തിന് കഴിയുന്നുണ്ട്. ഈ ഭവന പദ്ധതിക്കകത്തും സിയസ്കോ പങ്കുവഹിക്കുന്നത് ഭവന പദ്ധതിയിൽ മാത്രമല്ല, ചികിത്സാ രംഗത്ത്, അല്ലേ, ആശുപത്രികളുണ്ട്, അല്ലേ, മറ്റൊരുപാട് വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിയുന്നു സിയസ്കോ എന്നുള്ളത് വളരെ അഭിമാനിക്കാം. തീർച്ചയായും കോഴിക്കോട് ഇന്നല്ല, വളരെ കാലം മുമ്പേ ഞാൻ കേൾക്കുന്ന പേരാണ് സിയസ്കോ, ഒരുപാട് കാലമായിട്ട്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ നല്ലതുപോലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഭാവിയിലും കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഭവന പദ്ധതിയുടെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ തുടക്കം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കാരണം ഞാൻ ചെറിയ പ്രായത്തിലേ കേട്ടു തുടങ്ങിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ, ഒരു സ്ഥാപനമാണ് സിയസ്കോ എന്നുള്ളത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് സ്കൂൾ, ചെറിയൊരു നഴ്സറി എന്നുള്ളത് ഞാനൊരു സിയസ്കോയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്ന് തൊട്ടേ, അല്ലെങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു സ്ഥാപനമാണ്. അപ്പം അന്നൊന്നും ഞങ്ങൾക്ക് ഇത്രയും ഇതിൻ്റെ ഒരു അർത്ഥവും വ്യാപ്തിയും ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ കാലക്രമേണ നമ്മൾ വലുതാവുമ്പം ഇത് എത്രമാത്രം മഹത്തരമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം. ഞാൻ ആദ്യമേറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സിയസ്കോൻ്റെ മറ്റ് സംഘാടകരെയും എല്ലാവരെയും എന്താ പറയുക, ഒരുപാട് എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. കാരുണ്യം നിറഞ്ഞ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ വീടുകളുടെയും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളുടെയും ഒക്കെ ഇതുപോലെ ഒട്ടനവധി പരിപാടികളിൽ സിയസ്കോയോട് തന്നെ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
25 ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളൊരു പാർപ്പിടം, കാരണം ഫസ്റ്റ് നമ്മൾ ഇവർക്ക് പാർപ്പിടം കൊടുക്കുന്ന ആദ്യത്തെ ബേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് വളരെയേറെ സന്തോഷമാണ്. അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ വാർഡ് കൗൺസിലർമാരായ